Hello friends, welcome to 𝐿𝐸𝙗𝙯 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നമ്മുടെ ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമ്മളൊരു സീരീസ് പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അതിലത്തെ മൂന്നാമത്തെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ടോപ്പ് ആയിട്ടുള്ള നമുക്ക് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി 2 മുമ്പ് പറഞ്ഞു കഴിഞ്ഞത് കാണാത്തൊരു പോയി കാണാം. പ്ലേലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് HDFCയുടെ ഇന്ത്യൻ ഓയിൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് ഇവിടെ URL കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കാനുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ നോക്കിക്കോട്ടെ. നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ട്രൈ നോക്കിക്കോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുകൊണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ചെക്കൗട്ട് ഡിസ്ക്രിപ്ഷൻ എല്ലാത്തിനും ഉണ്ടാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടല്ല. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കുറിച്ച് പറയാം. ഇത് ആക്ച്വലി നമ്മുടെ HDFC ബാങ്കും നമ്മുടെ ഇന്ത്യൻ ഓയിലും കൂടിയിട്ട് ടൈപ്പ് ചെയ്ത് നടത്തുന്നൊരു ക്രെഡിറ്റ് കാർഡാണ്. അതായത് നമുക്ക് ഈ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ എല്ലാ ഫീച്ചറും കിട്ടും. അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് ഇതുകൊണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഇന്ത്യൻ ഓയിലിൻ്റെ വരുമ്പോൾ നമുക്കൊരു ഫ്യൂവൽ കാർഡാണ്. അപ്പോൾ നമുക്ക് ഫ്യൂവൽ പർച്ചേസ് ചെയ്യുമ്പോൾ പോയിൻറ്റ്സും അതുപോലെ തന്നെ റിവാർഡ് പോയിൻറ്റ്സും നമുക്ക് എക്സ്ട്രാ നമുക്ക് ഇതിലുണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ നമ്മുടെ ഫ്യൂവൽ കാർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്കിതിന് ആക്ച്വലി ബിൽ പേയ്മെൻറ്റ്സിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് 1 പോയിൻ്റാണ് നിങ്ങൾക്ക് കിട്ടുക. ഇവർ പറയുന്നത് FP എന്നാണ് ഇവരുടെ പോയിൻറ്റ്സിനെ പറയുന്നത്. നമുക്ക് നോർമലി പോയിൻറ്റ്സ് എന്ന് പറയാം, റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. 1 FP ആണ് നമുക്ക് 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ബിൽ പോയിൻറ്റ്സിന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പേസാപ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും. പേസാപ്പ് HDFCയുടെ ഒരു ആപ്പാണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക് ഫ്രീ രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന് കൂടെ. അതുപോലെ തന്നെ നമുക്ക് 50 ദിവസമാണ് നമുക്ക് ഇതിന് ക്രെഡിറ്റ് ഫ്രീ പീരീഡ് കിട്ടുന്നത്. അതായത് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുന്നത് നമുക്ക് 50 ദിവസമാണ് കിട്ടുന്നത്. പിന്നെ ആനുവൽ ഫീ ഇല്ല. നമ്മൾ സ്മാർട്ട് പേയിൽ 90 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ആനുവൽ ഫീ ഇല്ല കേട്ടോ. ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ജോയിൻറ്റ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് 500 രൂപ പ്ലസ് ടാക്സ് തന്നെയാണ്. ശരിക്കും ആനുവൽ ഫീ വരുന്നത് 500 രൂപ പ്ലസ് ടാക്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ നമുക്ക് സ്മാർട്ട് പേയിൽ നമ്മൾ 90 ഡേയ്സിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീ വേവ് ഓഫ് ചെയ്തിട്ടും ഫസ്റ്റ് ഇയറിന് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ടോട്ടൽ നമ്മൾ ഒരു 90 ദിവസത്തിൽ നമ്മൾ 20,000 രൂപ 90 ഡേയ്സിൽ നമ്മൾ 20,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ജോയിൻറ്റ് ഫീസും അല്ലെങ്കിൽ ആനുവൽ ഫീസും നമുക്ക് വേവ് ഓഫ് ചെയ്ത് കിട്ടും. അത് നമ്മുടെ ഡിപ്പെൻഡ് അപ്പോൾ നമുക്ക് ഏതാണുള്ളത് നോക്കിയിട്ട് ഏതാണെങ്കിലും അത് വേവ് ഓഫ് ചെയ്ത് കിട്ടും. അതൊരു ശരിക്കും നോർമലി നമ്മുടെ ഈ വേവ് ഓഫ് വരുന്ന ആനുവൽ ഫീസിനായിരിക്കും. അപ്പോൾ നമുക്കിത് 20,000 രൂപ 90 ദിവസത്തിനുള്ളിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേവ് ഓഫ് ചെയ്ത് കിട്ടും. അപ്പോൾ ഒരു നല്ല ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ HDFC കാർഡ് ഓൾറെഡി ഉള്ളവർക്ക് വേണമെങ്കിൽ ഇത് അപ്ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. ഞാൻ ആക്ച്വലി നമ്മുടെ HDFC കാർഡിൻ്റെ മില്ലേനിയം കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രീമിയം കാർഡാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവാത്തൊരു പെട്ടെന്ന് മനസ്സിലാവില്ല അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സംഭവം EMI എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ളി കൺവേർട്ടഡ് ആയിട്ടുള്ളൊരു മോഡലാണ് അവർ കൊടുക്കുക. എന്ന് വെച്ചാൽ മനസ്സിലാവില്ല പെട്ടെന്ന്. ഭയങ്കര വെച്ചാൽ എല്ലാം ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ല വരെ ശരിക്കും വരിക. അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്യൂ തോന്നിക്കുന്നത്. പിന്നെ എന്താ പറയുക, കസ്റ്റമർ സൈഡും ഒരു ആവറേജ് ആണെങ്കിൽ പറയാം. ആവറേജിൻ്റെ താഴെ വേണമെങ്കിൽ പറയാം. റെസ്പോൺസ് കിട്ടാൻ കുറച്ച് പാടാണ്. വിളിച്ചാൽ കിട്ടാനും കുറച്ച് പാടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസുകളൊക്കെ ഉണ്ട്. പക്ഷേ മിനിയൽ കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്താണ്. ഞാൻ ഓൾറെഡി മുമ്പ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. പണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തൊരു പോയി കാണാം. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. നമ്മുടെ ആമസോണിലായാലും ഫ്ലിപ്കാർട്ടില്ല എന്നുണ്ട്. ആമസോണിൽ അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് HDFCക്ക്. അങ്ങനെ സൈഡിൽ നിന്ന് ഇഷ്യൂ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ കാർഡ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. പക്ഷേ കസ്റ്റമർ സൈഡാണ് മെയിൻ നമ്മുടെ കാർഡുകളുടെ എല്ലാത്തിൻ്റെയും ഒരു പണി വരുന്നത്. അപ്പോൾ HDFCക്ക് അതിനുണ്ട് കേട്ടോ. അപ്പോൾ ഫ്യൂവൽ കാർഡ് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ HDFCയുടെ ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ ഔട്ട്ലെറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യാൻ ആക്ച്വലി നമ്മുടെ HDFCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ ITR അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ITRൻ്റെ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മിനിമം 6 മാസം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ നമുക്ക് KYC വേണ്ട എല്ലാ ആധാർ പാൻ കാർഡ് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക്. പക്ഷേ നമ്മുടെ മൊബൈൽ ആധാറിലേക്ക് ലിങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക ഹോം വിസിറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ മൊബൈൽ നമ്പർ ലിങ്ക് അല്ലെങ്കിൽ എല്ലാത്തിലും ലിങ്ക് ചെയ്ത് വയ്ക്കട്ടെ. അത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണാം. ബൈ. ക്ലോസ് ആയില്ലേ?